ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് 3 മണിക്ക് തീയതികൾ പ്രഖ്യാപിക്കും. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികളും ഇന്നറിയാം. രാവിലെ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്പൂർണ്ണ യോഗത്തിന് ശേഷമാകും പ്രഖ്യാപനം. പെരുമാറ്റച്ചട്ടവും ഇന്നു മുതൽ രാജ്യത്ത് നിലവിൽ വരും. 17ാം ലോക്സഭയുടെ കാലാവധി ജൂൺ 16-നാണ് അവസാനിക്കുന്നത്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ ഇതിനുള്ളിൽ പൂർത്തിയാക്കണം. 2014, 2019 വർഷങ്ങളിലേതിന് സമാനമായി ഏപ്രിലിൽ തുടങ്ങി മെയ്യിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും ഇക്കുറിയും വോട്ടെടുപ്പ്. ഇന്ന് രാവിലെ ചേരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്പൂർണ്ണ യോഗം തീയതികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. തുടർന്ന് 3 മണിക്ക് വിജ്ഞാൻ ഭവനിലാകും പ്രഖ്യാപനം. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 7ഓളം ഘട്ടങ്ങളിലായാകും തെരഞ്ഞെടുപ്പ് നടത്തുക. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഇന്നു മുതൽ തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പുതിയ അംഗങ്ങളായി ജ്ഞാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ ഇന്നലെ ചുമതലയേറ്റിരുന്നു. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ 381 സീറ്റുകൾ നേടിയായിരുന്നു മോദി സർക്കാർ അധികാരം നിലനിർത്തിയത്. 303 സീറ്റുകൾ നേടി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. കോൺഗ്രസിന് 52 മണ്ഡലങ്ങളിലായിരുന്നു വിജയം. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. RK, ഗുഡ് മോർണിംഗ്. രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിന്റെ തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നു. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് വാർത്താ സമ്മേളനം നടക്കുക. അതിന് മുൻപായി ഒരു സമ്പൂർണ്ണ യോഗം ഇലക്ഷൻ കമ്മീഷൻ ചേരുന്നുമുണ്ട്. 7 ഘട്ടങ്ങൾ എന്നതിൽ ഉറപ്പിക്കുന്നുണ്ടോ? പ്രജിൻ, നിലവിലുള്ള സാഹചര്യത്തിൽ 7ൽ കൂടുതൽ ഘട്ടങ്ങൾ വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നത് നമ്മുടെ അർദ്ധസൈനിക വിഭാഗങ്ങളാണ്. കാരണം കൂടുതൽ അവർക്ക് വിന്യാസത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യം എന്ന രീതിയിലാണ് അത് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ സഭയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പായിട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ഈ ജൂൺ 16-ന് മുമ്പായിട്ട് ഈ നടപടികൾ പൂർത്തിയാക്കണം. 17ാം സഭയുടെ കാലാവധി ആ ഘട്ടത്തിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഈ 18ാമത്തെ സഭ അതിനു മുമ്പ് നിലവിൽ വരണം എന്നുള്ളതാണ് നമ്മുടെ വ്യവസ്ഥകൾ പറയുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഈ പരമാവധി 7 മുതൽ 8 വരെ ഘട്ടങ്ങൾ എന്ന വിധത്തിലേക്ക് ഒരു ഓപ്ഷൻ മാത്രമായിരിക്കും അവരുടെ മുന്നിൽ ഉള്ളത്. കാരണം ഈ ഉത്സവങ്ങള്, പരീക്ഷകള് അതൊക്കെ വിലയിരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ട ഒരു തീയതി അത് മാർച്ച് 10 നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട്, നമുക്കറിയാവുന്ന പോലെ ഒരു കമ്മീഷണറുടെ രാജിയൊക്കെ ഉള്ള വിഷയങ്ങൾ കൊണ്ട് അത് വൈകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ഈ 7 ഘട്ടം എന്നുള്ളതായിരിക്കണം നിലവിലുള്ള സാഹചര്യത്തിൽ കമ്മീഷന് മുന്നിലുള്ള ഏറ്റവും പ്രാപ്യമായിട്ടുള്ള മാർഗം. അതായിരിക്കും അവലംബിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കരുതാൻ സാധിക്കുന്നു. പക്ഷേ ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ചേരുന്ന ഈ സമ്പൂർണ്ണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം അത് വിലയിരുത്തും. അതിനുശേഷമായിരിക്കും ഈ വോട്ടെടുപ്പ് തീയതി സംബന്ധിച്ച് അന്തിമമായിട്ടുള്ള ധാരണയിലേക്ക് എത്തുക. 3 മണിക്കാണ് വാർത്താ സമ്മേളനം. വാർത്താ സമ്മേളനത്തിൽ ഈ തീയതികൾ പ്രഖ്യാപിക്കും. വളരെ പ്രത്യേകതകളുള്ള ഒരു ദിവസം ആണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച്. കാരണം ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം ഇതിനകം തന്നെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിർദ്ദേശത്തിലടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് കമ്മീഷൻ ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2029 ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒപ്പം ഒരുമിച്ച് എല്ലായിടത്തും നടക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. 1 മാസം നീണ്ടു നിൽക്കുന്ന വിധത്തിൽ, അടുത്ത ഏപ്രിൽ പകുതിയോട് തുടങ്ങി 1 മാസം നീണ്ടു നിൽക്കുന്ന വിധത്തിലായിരിക്കും വോട്ടെടുപ്പ് നടപടികൾ ഉണ്ടാവുക. അതിനുശേഷം വോട്ടെണ്ണൽ തീയതി അതിന് അനുബന്ധമായിട്ട് തന്നെ പ്രഖ്യാപിക്കും. തുടർന്നായിരിക്കും ഈ ലോക്സഭയുടെ രൂപീകരണവും പുതിയ മന്ത്രിസഭ അധികാരത്തിൽ ഏൽക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. ഏതായാലും നരേന്ദ്രമോദി സർക്കാരിന്റെ, നമുക്ക് ആലങ്കാരികമായിട്ട് പറയുമ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാനത്തെ പ്രവൃത്തി ദിവസമാണ് ഇന്ന് ഉച്ചയ്ക്ക് 3 മണി വരെ. ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞാൽ പിന്നെ പെരുമാറ്റച്ചട്ടം വരും. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും അവരവരുടെ തന്ത്രങ്ങൾ നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വൈകിട്ട് 3 മണിക്കാണ് വാർത്താ സമ്മേളനം. ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.